السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستن بسنته إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആത്മസംസ്കരണത്തിൻ്റെ പാതയിൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നാം തിരിച്ചറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ചില അറിവുകൾ കൂടിയുണ്ട്. അതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവ്. ആത്മസംസ്കരണത്തിൻ്റെ വിഷയത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണിത്. ഈ ആത്മാവിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നത്, അതുപോലെ അതിൻ്റെ വിശേഷണങ്ങൾ അറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത്. കാരണം അപ്പോൾ മാത്രമാണ് അതിനെ പരിഗണിക്കുവാനും നമ്മളുടെ ആത്മാവിനെ സംരക്ഷിക്കുവാനും അതിൽ സംഭവിക്കുന്ന വിപത്തുകളിൽ നിന്ന് അതിനെ ചികിത്സിക്കാനും എളുപ്പമായി തീരുകയുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മൾക്ക് ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവ് ലഭ്യമായി തീരുക. ഇത് ഭൗതികമായ പഠന നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് സ്വായത്തമായി തീരേണ്ടുന്ന ഒരറിവല്ല. വിശുദ്ധമായ ഖുർആനിൻ്റെ അവതരണ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജനങ്ങൾ ചോദിക്കുകയുണ്ടായതായി വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ആത്മാവിനെ സംബന്ധിച്ച് ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അള്ളാഹു അവർക്ക് മറുപടി നൽകാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: യസ്അലൂനക അനിർ റൂഹ്, നബിയെ, അവർ ആത്മാവിനെ സംബന്ധിച്ച് താങ്കളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ കുൽ, താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അർ-റൂഹു മിൻ അംരി റബ്ബി. റൂഹ് എന്ന് പറയുന്നത്, അഥവാ ജീവൻ, ആത്മാവ്, സോൾ എന്നൊക്കെ നാം വിശേഷിപ്പിക്കാറുള്ള ആ പ്രതിഭാസം, അത് പ്രപഞ്ചരക്ഷിതാവിൻ്റെ മാത്രം അധീനത്തിലുള്ള കാര്യമാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. മനുഷ്യൻ എത്ര അറിവുകൾ സ്വായത്തമാക്കിയാലും വളരെ കുറഞ്ഞ അറിവുകൾ മാത്രമാണ് മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മാവിനെ സംബന്ധിച്ചുള്ള ആത്മസംസ്കരണത്തിൻ്റെ പാതയെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ തീർച്ചയായും ഖുർആനിൽ അതിനെ സംബന്ധിച്ച് എന്താണ് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് എന്ന് തിരിച്ചറിയലാണ് ഒന്നാമത്തെ ബാധ്യത. അപ്പോൾ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ 3 വിശേഷണങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രസിദ്ധമാണ് ആ വചനങ്ങൾ. അതുപോലെ തന്നെ ഈ ആത്മാവിൻ്റെ വിശേഷണങ്ങൾ, ആത്മാവിൻ്റെ അവസ്ഥകളിലേക്ക് മടങ്ങുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആത്മാവ് എന്ന് പറയുന്നത് അൻ-നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്നതാണ്, അഥവാ ശാന്തമായ ആത്മാവ്. ഒരു മനുഷ്യൻ്റെ മനസ്സ് ശാന്തമായി തീരുന്നത് എപ്പോഴാണ്? മനുഷ്യൻ്റെ മനസ്സ് നമ്മൾക്കെല്ലാവർക്കും അറിയാം, പ്രഷർ കുക്കർ പോലെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശാന്തമാകുന്നില്ല. നിരവധി പരീക്ഷണങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, കടങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും അവൻ്റെ മനസ്സ് തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ യഥാർത്ഥമായ ദൃഢമായ വിശ്വാസം, അതുപോലെ തന്നെ പ്രപഞ്ചരക്ഷിതാവിനെ സംബന്ധിച്ചുള്ളതായ ആ ഒരു ദിക്ർ, ആ ഒരു ഓർമ്മ, അവനുള്ളതായ ആരാധന, അള്ളാഹുവിലേക്ക് നല്ല നിലയിൽ മുന്നിടൽ, ഇതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ മനസ്സിന് ശാന്തത അടഞ്ഞ ആത്മാവ് ആയിത്തീരാൻ കഴിയുന്നത്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 13-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത് നമ്മൾക്ക് കാണാം: അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു പറയുകയാണ്, അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവർ. അറിയുക, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മകൾ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ അൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്ന ആ ശാന്തി പ്രാപിച്ച ആത്മാവായി തീർക്കാൻ
നമ്മൾക്ക് കഴിയണമെങ്കിൽ നമ്മളുടെ രക്ഷിതാവിനെ സംബന്ധിച്ചുള്ള ആ ഒരു ഓർമ്മയിൽ, ആ ഒരു ദിക്റിൽ നമ്മൾക്ക് ജീവിക്കാൻ കഴിയണം. നമ്മളുടെ ഈ വിശ്വാസം, നമ്മളുടെ ഈമാൻ ചോർന്നു പോകാതെ, അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ളതായ ആരാധനകളിൽ വീഴ്ച വരുത്താതെ നല്ല നിലയിൽ അള്ളാഹുവിലേക്ക് മുന്നിടുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോഴാണ് നമ്മളുടെ ആത്മാവ് ശാന്തി പ്രാപിച്ച ആത്മാവായി തീരുന്നത്. അങ്ങനെയുള്ള ആത്മാവാണല്ലോ ഇപ്പൊ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ചില ആത്മാവുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള ആ മാലാകമാർ, മലക്കുൽ മൗത്ത്, അവരെ ഏറ്റെടുക്കുമ്പോൾ ആ ആത്മാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, നീ നിന്റെ രക്ഷിതാവിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ നിന്റെ രക്ഷിതാവിന്റെ തൃപ്തി ലഭിച്ചുകൊണ്ടും നീ മടങ്ങിക്കൊള്ളുക. ഈ ലോകത്ത് നിന്ന് നീ വേർപെട്ടു പോകുന്നത് നിരർത്ഥകമായ ഒരു ജീവിതത്തിന്റെ അന്ത്യത്തിലല്ല, മറിച്ച് നിന്റെ അധ്വാനത്തിലൂടെ പ്രപഞ്ച രക്ഷിതാവിന്റെ പ്രീതിയും പൊരുത്തവും നീ നേടിയെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നിനക്ക് അവന്റെ മാർഗത്തെ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ നിന്റെ രക്ഷിതാവിന്റെ ആ സവിധത്തിലേക്ക് സമാധാനത്തോടു കൂടെ നീ മടങ്ങിക്കൊള്ളുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രകാരം അവൻ ഇഷ്ടപ്പെട്ട അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ പ്രവേശിച്ചു കൊള്ളുക, അഥവാ എന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളൂ എന്ന നിലയിൽ ഉള്ളതായ സന്തോഷ വർത്തമാനം കിട്ടി മരിക്കാൻ കഴിയുന്നതായ ആത്മാവ് എന്ന് പറയുന്നത് അൻ-നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്ന ആത്മാവാണ്. സഹോദരങ്ങളെ, ആ നഫ്സുൽ മുത്മഇന്ന അഥവാ സമാധാനം പ്രാപിച്ച ആത്മാവായി നമ്മളുടെ ആത്മാവ് മാറണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളാണ് നമ്മളുടെ ആത്മാവിനെ ആ മാർഗത്തിലൂടെ നയിക്കേണ്ടുന്നത്. അഥവാ ഈമാനിന്റെയും ദിക്റിന്റെയും അള്ളാഹുവിനോടുള്ളതായ ഇബാദത്തിന്റെയും ഒക്കെ മേഖലകളിൽ നമ്മളുടെ ആത്മാവിനെ കൃത്യമായ നിലയിൽ കണിശതയോടെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമ്പോഴാണ് അൻ-നഫ്സുൽ മുത്മഇന്ന സമാധാനം പ്രാപിച്ച ആത്മാവായി ഈ ലോകത്ത് നിന്ന് നമ്മൾക്ക് വേർപെട്ടു പോകാൻ കഴിയുക എന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.